This conference will now be recorded. ഇപ്പൊ നമ്മള് കഴിഞ്ഞ മൂന്ന് ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഇക്വേഷൻ എന്താന്ന് ഇലക്ട്രിക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചതാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമില് ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് വരുമ്പോഴാണ് ഇലക്ട്രിക് ഇക്വേഷൻ ആയിട്ട് വരിക. അപ്പൊ ഇലക്ട്രിക് ഇക്വേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അതില് 3 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. കാരണം അതിലെ ഡിസ്ക്രിമിനന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇക്വേഷൻ ആണ് ux(x + uyy = 0). പിന്നെ നമ്മൾ 3 ടൈപ്പ് പ്രോബ്ലം പറഞ്ഞു. ഒന്ന് ഡിറിച്ലെറ്റ് പ്രോബ്ലം, 3ഉം ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ആണ്. ന്യൂമാൻ പ്രോബ്ലം, റോബിൻ പ്രോബ്ലം. ഡിറിച്ലെറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡൊമൈൻ്റെ ഉള്ളിൽ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബൗണ്ടറിയിൽ ഇറ്റ് ഷുഡ് ടേക്ക് എ പ്രിസ്ക്രൈബ് വാല്യൂ. അതേപോലെ ന്യൂമാൻ പ്രോബ്ലം എന്ന് പറയുമ്പോഴും ഡൊമൈൻ്റെ ഉള്ളിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദി ലാപ്ലാസ് ഇക്വേഷൻ. പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ ലാപ്ലാസ് ഇക്വേഷനിൽ RHS 0 ആണ്. പോയിസോൺ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് RHSന്റെ ഒരു ഫംഗ്ഷൻ f(x, y) എന്ന് പറയും. ഒരു എക്സ്റ്റേണൽ ടേം ഉണ്ടാവും അവിടെ. നോൺ ഹോമോജീനിയസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഡെൽറ്റ u = f(x, y) എന്ന് പറഞ്ഞാൽ അതൊരു പോയിസോൺ ഇക്വേഷൻ ആണ്. f = 0 എന്ന് പറഞ്ഞാൽ അത് ലാപ്ലാസ് ഇക്വേഷൻ ആയിരിക്കും. ഇനി ന്യൂമാൻ പ്രോബ്ലത്തിൽ എന്താണ് ഡൊമൈൻ്റെ ഉള്ളിൽ ഇത് പോയിസോൺ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ബൗണ്ടറിയിൽ ∂u/∂n ആണ് തന്നിരിക്കുന്നത്. ഡെറിവേറ്റീവിന്റെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ബൗണ്ടറിയിൽ ഡെറിവേറ്റീവ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് അവിടെ. യുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു n എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഔട്ട്വേർഡ് നോർമൽ വെക്ടർ ആണ്. അപ്പൊ നമ്മൾ സർഫസ് ഒരു യൂണിറ്റ് വെക്ടർ ഔട്ട്വേർഡിലേക്ക് വരയ്ക്കുന്നു. അതിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണ്. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് u ഇൻ ദ ഡയറക്ഷൻ ഓഫ് n. ഇപ്പൊ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നൊക്കെ വെക്ടറിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അത് g എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ് ബൗണ്ടറിയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിന് ന്യൂമാൻ പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യത്തിൽ നമുക്ക് ബൗണ്ടറിയിൽ ഒരു ഫംഗ്ഷൻ ആയിരുന്നു അസ്യൂം ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ∂u/∂n ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ∂u/∂n നമ്മൾ n.delta, ഇത് നിങ്ങൾ n.del ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, i∂by∂x + j∂by∂y + k∂by∂z. ഇപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് n ക്യാപ് ആണെങ്കിൽ നമ്മൾ del.n ക്യാപ് എന്നാണ് ചെയ്യുക. ഇപ്പൊ ∂u/∂n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് n.del(u) ആണ്. ഓക്കെ, അപ്പം ന്യൂമാൻ പ്രോബ്ലം ആയി. ഇനി നമ്മുടെ റോബിൻ പ്രോബ്ലം, തേർഡ് കൈൻഡ് റോബിൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ബൗണ്ടറിയിലെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഓഫ് ഡിറിച്ലെറ്റ് ആൻഡ് ന്യൂമാൻ. ഡിറിച്ലെറ്റും ന്യൂമാന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ റോബിൻ പ്രോബ്ലം എന്ന് പറയും. പിന്നെ നമ്മൾ നെസസറി കണ്ടീഷൻ പഠിച്ചു. ന്യൂമാൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ ഓവർ ബൗണ്ടറി g ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻസൈഡ് d f(x, y). അപ്പൊ അവിടെ f എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. g എന്ന് പറയുന്നത് ബൗണ്ടറിയിലുള്ള വാല്യൂ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ന്യൂമാൻ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇൻ പെർട്ടിക്കുലർ ഇവിടെ f 0 ആണെങ്കിൽ ഇതിന്റെ പ്രൂഫ് ക്ലിയർ ആയെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. f 0 ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാപ്ലാസ് ഇക്വേഷൻ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നമുക്ക് കിട്ടി ∂u/∂n ds = 0. ഓക്കെ, അപ്പൊ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്തായാലും ലാപ്ലാസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ അവിടെ f 0 ആയിരിക്കും. So for a harmonic function u, we will always get integral over gamma ∂u/∂n ds = 0, where gamma is any curve which is fully inside the domain D.
ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് കർവ് ഗാമ വിച്ച് ഇസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഡി ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ ഡോ യു ബൈ ഡോ എൻ ഡി എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. പിന്നെ മാക്സിമം പ്രിൻസിപ്പിൾ പറഞ്ഞു. മാക്സിമം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അപ്പം ഒരു ഡൊമെയിൻ, നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയിരിക്കും. അവിടെ മാക്സിമം വാല്യൂ എപ്പോഴും ഡി ക്ലോഷർ എന്ന് പറയുന്നത് ഡി ടുഗെദർ വിത്ത് ഇറ്റ്സ് ബൗണ്ടറി, അതാണ് ഡി ക്ലോഷർ. അപ്പൊ മാക്സിമം വാല്യൂ ഓഫ് യു ഇൻ ഡി ക്ലോഷർ ഇസ് അറ്റൈൻഡ് ഓൺ ദ ബൗണ്ടറി. ബൗണ്ടറിയിലാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോ ഇന്റീരിയറിൽ അറ്റൈൻ ചെയ്യണ്ടോ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് യു ഇസ് അറ്റൈൻഡ് ഓൺ ദ ബൗണ്ടറി. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ വീക്ക് എന്ന് പറയുന്നു, കാരണം നമുക്ക് ഉള്ളിലും അറ്റൈൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എല്ലായിടത്തും ഒരേ വാല്യൂ ആണല്ലോ. അപ്പൊ ബൗണ്ടറിയിലും ഒരു വാല്യൂ, ഉള്ളിലും ഒരു വാല്യൂ. അപ്പോ ബൗണ്ടറിയിൽ മാത്രമല്ല മാക്സിമം, ഇന്റീരിയറിലും അതിന് മാക്സിമം ഉണ്ട്. അപ്പൊ അവിടെ ഒരു എക്സെപ്ഷൻസ് വരുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിനാണ്. സോ മാക്സിമം വാല്യൂ ബൗണ്ടറിയിൽ അറ്റൈൻ ചെയ്യും അൺലെസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിളിൽ വരും. സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ പോണേക്കാട്ട് മുമ്പ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മീൻ വാല്യൂ പ്രിൻസിപ്പിൾ. മീൻ വാല്യൂ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ ലെറ്റ് ഡി ബി എ പ്ലാനർ ഡൊമെയിൻ and let u be a harmonic function there and let x0 y0 be a point in D. അപ്പൊ D എന്ന് പറഞ്ഞ ഡൊമെയിനിലെ ഇന്റീരിയറിലെ ഒരു പോയിന്റ് ആണ് x0 y0. Assume that BR is a disk of radius r centered at x0 y0 fully contained in D. അപ്പോൾ x0 y0 ഒരു പോയിന്റ് ആണ് ഡിയില്. x0 y0 സെന്റർ ആക്കിയിട്ട് ആ റേഡിയസിൽ ഒരു ഡിസ്ക് വരയ്ക്കുക. ആ ഡിസ്കിനെ നമ്മൾ BR എന്ന് പറയുന്നു. അതിന്റെ ബൗണ്ടറിനെ നമ്മൾ CR എന്ന് ഡൊണേറ്റ് ചെയ്യുന്നു. CR is the boundary of the disk BR. Then the value of u at x0 y0. അപ്പൊ x0 y0ലുള്ള യുടെ വാല്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. It is the average of the values of u on the circle CR. അപ്പൊ സർക്കിൾ CR എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയാണ്, ഡിസ്കിന്റെ ബൗണ്ടറിയിലാണ്. അപ്പൊ ഡിസ്കിന്റെ ബൗണ്ടറിയിലുള്ള യുടെ വാല്യൂസിന്റെ ആവറേജ് ആയിരിക്കും ഡിസ്കിന്റെ സെന്ററിലുള്ള x0 y0 യുടെ വാല്യൂ. ഓക്കെ, അതുകൊണ്ട് ഇതിനെ പറയണേ മീൻ വാല്യൂ പ്രിൻസിപ്പിൾ. അപ്പൊ യു അറ്റ് x0 y0 എന്ന് പറയുന്നത് x0 y0 സെന്റർ ആയിട്ട് നമ്മളൊരു ഡിസ്ക് വരയ്ക്കുന്നു BR. ആ BRന്റെ ബൗണ്ടറി ആണ് CR. അപ്പൊ CRലുള്ള യുടെ വാല്യൂസിന്റെ ആവറേജ് ആയിരിക്കും x0 y0 യുടെ വാല്യൂ. അപ്പൊ അതാണ് മീൻ വാല്യൂ പ്രിൻസിപ്പിളിന്റെ മീനിങ്. സോ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ വരും u at x0 y0 is 1/2 pi r ഇന്റഗ്രൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ് ഓവർ CR u at x of s y of s ds. അപ്പൊ അവിടെ s എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററൈസേഷൻ നടത്തിയിട്ട് എന്താണ്, ഓവർ ദ സർക്കിൾ ബൗണ്ടറി ആണ്, ഇവിടെ ലൈൻ ഇന്റഗ്രൽ ആണ്, ഓവർ ദ ബൗണ്ടറി ഓഫ് ദ ഡിസ്ക് BR ദാറ്റ് ഇസ് CR. അറൌണ്ട് CR നമ്മൾ യുനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 1/2 pi r ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവറേജ് കിട്ടും. അതായിരിക്കും x0 y0 എന്ന് പറയുന്ന സെന്ററിലുള്ള വാല്യൂ. Now this can be written in this form also, കാരണം ds എന്ന് പറയുന്നത് നമ്മുടെ ആർക്ക് ലെങ്ത് ആണ്. സോ നമ്മൾ r റേഡിയസ് ആണെങ്കിൽ ds എന്ന് പറയുന്നത് r d theta ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ r ക്യാൻസൽ ആവും, ds ന് r d theta. ഇൻ ടേംസ് ഓഫ് തീറ്റ എഴുതുകയാണെങ്കിൽ x എന്ന് പറഞ്ഞ പോയിന്റ് ജനറൽ പോയിന്റ് ആണ്. സോ ഇറ്റ് ഈസ് x0 plus r cos theta. x0 സെന്റർ ആണല്ലോ. സോ y is a general point, so it is can be written as y0 plus r sin theta.
അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ പോവാണ്. സോ ഇവിടെ ഫിഗർ വരച്ചിരിക്കുന്നു. x0 y0 is a center point. r റേഡിയസ് വെച്ച് നമ്മളൊരു ഡിസ്ക് ബി ആർ എന്ന് വരച്ചു. സി ആർ ഇതിന്റെ ബൗണ്ടറി ആണ്, ഡി നമ്മുടെ ഡൊമെയിൻ ആണ്. അപ്പൊ യു അറ്റ് x0 y0 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആവറേജ് ഓഫ് ദ വാല്യൂസ് ഓഫ് യു ഓൺ ദ സർക്കിൾ സി ആർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ പ്രൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം യു അറ്റ് x0 y0 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ്. ഇറ്റ്സ് എ റിയൽ നമ്പർ. LHS ഒരു റിയൽ നമ്പർ ആണ്. RHS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ റേഡിയസ്. റേഡിയസിനെ അത് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് വി വിൽ ഷോ ദാറ്റ് ദിസ് ടേം ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. RHS എന്ന് പറയുന്നത് ആറിനെ ഡിപെൻഡ് ചെയ്യില്ല, എന്നാലല്ലേ അതൊരു കോൺസ്റ്റന്റ് ആവുള്ളൂ. നമ്മുടെ LHS ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ RHS ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. നമ്മൾ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എടുക്കുകയാണ്. നമ്മൾ ഈ ടേമിനെ വി എന്ന് ഡിനോട്ട് ചെയ്യാം, നമ്മുടെ ഈ ഇന്റഗ്രാൻഡിനെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ ഇന്റഗ്രാൻഡിനെ വി ഓഫ് ആർ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാണ്. യു ഓഫ് x0 പ്ലസ് ആർ കോസ് തീറ്റ കോമ y0 പ്ലസ് ആർ സൈൻ തീറ്റ ഡി തീറ്റ ഫോർ സ്മോൾ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഏത് റേഡിയസിനും ആവാം. ഇതിനെ നമ്മൾ വി എന്ന് ഡിനോട്ട് ചെയ്തു ഇന്റഗ്രാൻഡിനെ. ഇനി നമ്മൾ വേറൊരു ഇന്റഗ്രൽ വി, ക്യാപിറ്റൽ വി ഡിനോട്ട് ചെയ്യാണ്. ക്യാപിറ്റൽ വി ഇസ് 1/2 പൈ ആർ ഇന്റഗ്രൽ ഓവർ സി ആർ വി ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ RHS ആണിത്. ഓക്കെ, 1/2 പൈ ആർ ഇന്റഗ്രൽ ഓവർ സി ആർ വി ഡി എസ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഈ RHSനെയാണ് നമ്മളിവിടെ വി ഓഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ വാല്യൂ എടുക്കുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡി എസ് നമ്മുടെ ആർക്ക് ലെങ്ത് ആണ്. തീറ്റ ആംഗിൾ ആണെങ്കിൽ നമുക്കറിയാം ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ദാറ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡി എസ് ആൻഡ് ഡി തീറ്റ. ഓക്കെ, സോ ഡി എസ് ഇസ് ആർ ഡി തീറ്റ. ദീസ് ടു ആർ സെയിം. ഇവിടെ വേരിയബിൾസ്, ഇന്റഗ്രേറ്റിംഗ് വേരിയബിൾസിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള RHSനെ നമ്മൾ വി ഓഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്തു. Now our aim is to show that V is independent of this R. V independent of R എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു R 0 ആണെന്ന് കാണിച്ചാൽ മതി. നമ്മൾ V of R നെ എഴുതണു 1/2 പൈ R ഇന്റർവൽ 0 to 2 പൈ. സി ആർ എന്ന് പറഞ്ഞ സർക്കിൾ ആണല്ലോ, തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ DS എന്ന് പറഞ്ഞാൽ ആർ ഡി തീറ്റയാണ്. V of R തീറ്റയിൽ നമ്മൾ എഴുതി. തീറ്റയുടെ വാല്യൂ 0 to 2 പൈ. അപ്പൊ ഡി ആർ ഡി തീറ്റ ആർ ആർ ക്യാൻസൽ ആയി. അപ്പൊ 1/2 പൈ ഇന്റഗ്രൽ 0 to 2 പൈ വി ഓഫ് ആർ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഇത് നമ്മുടെ വി ഓഫ് ആർ ആണ്. അപ്പൊ ഫസ്റ്റ് വി വിൽ ഷോ ദാറ്റ് ദിസ് വി ഓഫ് ആർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. ഇൻഡിപെൻഡന്റ് ഓഫ് ആർ എന്ന് കാണിക്കണമെങ്കിൽ വി ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് വി വിൽ ഷോ ദാറ്റ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഇസ് 0. അപ്പൊ ഇതിനെ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ലെബനിറ്റ്സ് റൂൾ ആണ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മുടെ ലിമിറ്റ്സ് 0 to 2 പൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്നുള്ള വാല്യൂ 0 ആയിട്ട് കിട്ടും. സോ ദിസ് ഡെറിവേറ്റീവ് ക്യാൻ ബി ടേക്കൻ ഇൻസൈഡ് ദ ഇന്റഗ്രൽ സൈൻ. ഓക്കെ, അപ്പൊ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് വരും. സോ 1/2 പൈ ഇന്റഗ്രൽ 0 to 2 പൈ ഡോ വി ബൈ ഡോ ആർ അറ്റ് ആർ തീറ്റ ഡി തീറ്റ. പിന്നെ നമ്മുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് രണ്ടും കോൺസ്റ്റന്റ് ആയ കാരണം 0. സോ 1/2 പൈ ഡോ ബൈ ഡോ ആർ ഓഫ് വി ഓഫ് ആർ തീറ്റ. വി നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തത്? വി നമ്മള് തുടക്കം തന്നെ കൊടുത്തത് വി എന്ന് പറഞ്ഞാൽ യു അറ്റ് x0 പ്ലസ് ആർ കോസ് തീറ്റ കോമ y0 പ്ലസ് ആർ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി ഇവിടെ നമ്മള് യു അറ്റ് x0 പ്ലസ് ആർ കോസ് തീറ്റ ഡോ ബൈ ഡോ ആർ ആണ്. ആർ എന്ന് പറഞ്ഞ റേഡിയസ് വെക്ടർ എപ്പോഴും നമുക്ക് നോർമൽ ആയിട്ടാണ് വരിക. ഓക്കെ, ആർ എന്ന് പറഞ്ഞ റേഡിയസ് വെക്ടർ എപ്പോഴും നോർമൽ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ
n ആയിട്ട് എടുക്കാം. Okay, so this is dou by dou n of u. Okay, ഇതെന്ന് പറഞ്ഞാൽ dou u by dou n ആണ്. Dou u by dou n integral over cr 0 to 2 pi എന്ന് പറഞ്ഞാൽ cr നമ്മൾ വീണ്ടും ഇതിനെ തീറ്റനെ s ലേക്ക് മാറ്റി. തീറ്റനെ s ലേക്ക് മാറ്റുമ്പോൾ d തീറ്റ എന്ന് പറഞ്ഞാൽ ds by r. അപ്പൊ ds by r അപ്പൊ നമുക്ക് വന്നു 1 by 2 pi r integral over cr dou u by dou n ds. നമ്മൾ നേരത്തെ പറഞ്ഞു നെസസറി കണ്ടീഷൻ ആണ് ഇവിടെ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ this should be 0. Okay, dou u by dou n should be 0. അപ്പൊ കാരണം u ഇവിടെ ഹാർമോണിക് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? this is 0. അപ്പൊ vr derivative of v of r with respect to r is 0, which means that v is independent of r. Okay, ഇപ്പൊ 0 വരാനുള്ള റീസൺ ഇതാണ്. നമ്മളിത് മുന്നേ പ്രൂവ് ചെയ്തു. u ഹാർമോണിക് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ ഓവർ ഗാമ dou u by dou n ds is 0 for any closed curve gamma that is fully contained in d. Okay, അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി vr of r is 0, that is v is independent of r. v r നെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ v of 0 എന്ന് പറഞ്ഞാൽ എന്താ? It is 1 by 2 pi integral 0 to 2 pi v of r ന് 0 കൊടുത്തു. v of 0 theta d theta. v നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് u at x naught plus r cos theta അങ്ങനെയാണല്ലോ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r അവിടെ 0 ആണ്. So you will get u at x naught y naught d theta integral over 0 to 2 pi 1 by 2 pi. ഈ ഇന്റഗ്രേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? u at x naught y naught എന്ന് കിട്ടും. അപ്പൊ v of 0 എന്ന് പറയുന്നത് u at x naught y naught. The v of 0 we can also write it as limit v of rho where rho tends to 0. And since r v of r is independent of r, this is same as v of r. Okay, ഇത് r നെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഈ വാല്യൂ തന്നെയാണ് v of r. Okay, അപ്പൊ v of r എന്ന് പറഞ്ഞാൽ എന്താ? 1 by 2 pi integral 0 to 2 pi v of r theta d theta ആണ്. Which is same as v of r നമ്മൾ ഓൾറെഡി തുടക്കം എടുത്തു അതന്നെ. Okay, so 1 by 2 pi r theta നെ s ൽ എഴുതുമ്പോൾ u of x of s y of s ds എന്ന് കിട്ടും. ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ ഓവർ cr. So v of r തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു. v of r ആണ് നമ്മുടെ v of 0, അത് തന്നെയാണ് u at x naught y naught. അപ്പൊ നമുക്ക് കിട്ടി u at x naught y naught എന്ന് പറയുന്നത് 1 by 2 pi r ഇന്റഗ്രൽ ഓവർ cr u of x of s y of s ds ആണ്. ഈ r നെ നമ്മൾ ക്യാപിറ്റൽ r എന്ന് കൊടുത്താൽ നമ്മുടെ തിയറത്തിലുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. മീൻ വാല്യൂ പ്രിൻസിപ്പിൾ, that is the value at u, the value of u at x naught y naught, that is the center, is the average of the value of u on its boundary. cr എന്ന് പറഞ്ഞ സർക്കിളിന്റെ ബൗണ്ടറിയിൽ assume ചെയ്യുന്ന വാല്യൂസിന്റെ ആവറേജ് ആയിരിക്കും സെന്ററിലുള്ള വാല്യൂസ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ പ്രൂഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പ്രൂഫ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. Next theorem 7.9. Let u be a function in C square d satisfying the mean value property at every point in d. Then u is harmonic in d. So u is a function in C square d എന്ന് പറഞ്ഞാൽ d എന്ന് പറഞ്ഞ ഡൊമൈനിൽ ഡിഫൈൻഡ് ആണ്, ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. അത് മീൻ വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ u ഹാർമോണിക് ആയിരിക്കും. ഇത് ആദ്യം നമ്മൾ പറഞ്ഞ തിയറത്തിന്റെ ഒരു കോൺവേഴ്സ് പോലെയാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ മീൻ വാല്യൂ പ്രോപ്പർട്ടി. ഇവിടെ പറയുന്നത് യു സി സ്ക്വയർ ഡിയിലെ ഒരു ഫംഗ്ഷൻ ആണ്, അതിന് മീൻ വാല്യൂ പ്രോപ്പർട്ടി എല്ലാ പോയിന്റിലും മീൻ വാല്യൂ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഹാർമോണിക് ഇൻ ഡി. ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താ? Harmonic means it should satisfy the Laplace equation. Laplace equation is
delta u equal to 0. That is dou square u by dou x square plus dou square u by dou y square equal to 0. നമ്മളിവിടെ assume ചെയ്യുന്നത് mean value property satisfy ചെയ്യും. Prove ചെയ്യുന്നത് u harmonic in D. Okay. So assume the contradiction, that is u ഏതെങ്കിലും ഒരു പോയിന്റിൽ harmonic അല്ല എന്ന് വിചാരിക്കാം. That is that x naught y naught be a point in D where x naught y naught does not satisfy Laplace equation. Okay, that is delta u is not equal to 0. Harmonic ആണെങ്കിൽ നമുക്ക് വേണ്ടത് delta u equal to 0 എന്നാണ്. നമ്മൾ assume ചെയ്യുന്നു delta u ആ പോയിന്റിൽ not equal to 0. x naught y naught എന്നുള്ള പോയിന്റിൽ Laplace equation satisfy ചെയ്യുന്നില്ല എന്ന് നമ്മൾ assume ചെയ്യും. Okay, അപ്പൊ നമുക്കൊരു contradiction കിട്ടും. So നമ്മൾ ഇത് വിചാരിക്കുന്നു ഇത് നോൺ സീറോ ആണ്. നോൺ സീറോ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ it can be either positive or negative. So without loss of generality we may assume that it is positive. അപ്പോൾ നമ്മളിത് നെഗറ്റീവ് ആയിട്ട് assume ചെയ്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല, പ്രൂഫ് ഇതേപോലെ പോകും. അതുകൊണ്ട് നമ്മൾ പറയണേ without loss of generality we may assume that it is positive. പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. at x naught y naught delta u പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇനി ഡെൽറ്റ യു എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോ എക്സ് നോട്ട് വൈ നോട്ട് ഉള്ള പോയിന്റിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ വിച്ച് അറ്റ് ഓൾ ആ നെയ്ബർഹുഡിന്റെ ഉള്ളിലും അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ആണല്ലോ അത്. അപ്പൊ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ അത് പോസിറ്റീവ് ആയാൽ നമുക്ക് എക്സ് നോട്ട് വൈ നോട്ട് സെന്റർ വെച്ചിട്ട് ഒരു ഡിസ്ക് വരയ്ക്കാം. ആ ഡിസ്കിന്റെ ഉള്ളിലെ എല്ലാ പോയിന്റ്സിലും അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു സഫിഷ്യന്റ്ലി സ്മോൾ ഫോർ ആർ ഗ്രേറ്റർ ദാൻ 0 നമ്മളൊരു ഡിസ്ക് വരയ്ക്കുന്നു ബി ആർ ഓഫ് റേഡിയസ് ആർ. അതിന്റെ സെന്റർ എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ആ ഡിസ്കിന്റെ ഉള്ളിലൊക്കെ ഡെൽറ്റ യു പോസിറ്റീവ് ആണ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ബി ആർ. ബി ആറിന്റെ ബൗണ്ടറിനെ നമ്മൾ സി ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എക്സ് നോട്ട് വൈ നോട്ടിൽ നമ്മൾ ഡെൽറ്റ യു പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. എക്സ് നോട്ട് വൈ നോട്ട് സെന്റർ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഡിസ്ക് വരച്ചു ബി ആർ. അതിന്റെ ബൗണ്ടറി ആണ് സി ആർ. സോ നമുക്ക് ഈ പോയിന്റ്സിൽ ഈ ഡിസ്കിന്റെ ഉള്ളിൽ ബി ആറിന്റെ ഉള്ളിൽ മൊത്തം ഡെൽറ്റ യു പോസിറ്റീവ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സി ആർ ആണ് ഇതിന്റെ ബൗണ്ടറി. സോ വി ക്യാൻ റൈറ്റ് 1/2 pi integral over dr delta u dx dy. delta u എന്തായിരിക്കും? ഇതെന്തായാലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, ഡെൽറ്റ യു പോസിറ്റീവ് ആയ കാരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എഴുതാം. ഇനി ഇത് എന്തായിരിക്കും നമ്മൾ നോക്കുകയാണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്തായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽ ഡോട്ട് ഡെൽ ആണ്. ഡെൽ ഡോട്ട് ഡെൽ എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ. ഡെൽ സ്ക്വയർ തന്നെയാണ് നമ്മുടെ ഡെൽറ്റ. ഓക്കെ, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ, 2 വേരിയബിൾസ് ആണെങ്കിൽ. ഇനി ഡെൽ ഡോട്ട് ഡെൽ യു നമുക്ക് എന്തെഴുതാം? ദിസ് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ യു ഡോട്ട് എൻ. ഓക്കെ, in ds എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ we can write this as integral over cr. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? ഡെൽ ഡോട്ട് ഡെൽ യുനെ നമുക്ക് എങ്ങനെയാ ഡെൽറ്റ യു ഡോട്ട് എൻ എഴുതാം? ഈ സ്റ്റെപ്പ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഇവിടെ ഇന്റഗ്രേഷൻ ഓവർ ബി ആർ ആണ്, ഇവിടെ ഇന്റഗ്രേഷൻ അലോങ് സി ആർ ആണ്, ഇവിടെ ലൈൻ ഇന്റഗ്രൽ ആണ്. എന്താണ് ഇവിടെ ഇന്റഗ്രേഷൻ ഇൻസൈഡ് ദ ബി ആർ, ഡിസ്കിന്റെ ഉള്ളിൽ മൊത്തം ഇന്റഗ്രേഷൻ ആണ് ഡെൽ ഡോട്ട് ഡെൽ യു വിച്ച് ഇസ് ഈക്വൽ ടു ദ ലൈൻ ഇന്റഗ്രൽ സി ആർ എന്ന് പറഞ്ഞ ലൈൻ ഇന്റഗ്രൽ ഡെൽ യു ഡോട്ട് എൻ ഡി എസ് ആയി ഇവിടെ.
ഇത് എങ്ങനെയാ വരുന്നത്? ആർക്കെങ്കിലും അറിയണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ലിൻസ? ഹലോ, ലിൻസ പറയൂ, എങ്ങനെയാ വരുന്നേ? ഗോസ് ഡൈവേർജൻസ് തിയറം വെച്ചിട്ടല്ലേ? അതെ അതെ. ഇപ്പൊ എന്താ പറയാത്തെ ഞാൻ എത്ര നേരം ചോദിച്ചിട്ട്? അതാണോ ഒന്ന്? അതായിരിക്കും അത് തന്നെയാണ്. ഗോസ് ഡൈവേർജൻസ് തന്നെയാണ് യൂസ് ചെയ്യണേ. കാരണം ഗോസ് ഡൈവേർജൻസ് അല്ലേ നമുക്ക് സർഫസിലെ ഇന്റഗ്രലും ലൈൻ ഇന്റഗ്രലും തമ്മിലുള്ള ഒരു റിലേഷൻ തരുന്നത്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഗോസ് ഡൈവേർജൻസ് തിയറം ഡെൽ ഡോട്ട് എഫ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് ഡെൽ യു. അപ്പൊ ഡെൽ ഡോട്ട് എഫ് ഡോട്ട് എൻ, അപ്പൊ ഡെൽ യു ഡോട്ട് എൻ ഡി എസ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ അറൌണ്ട് ഇറ്റ്സ് ബൗണ്ടറി ആയിരിക്കും. അപ്പൊ ഇവിടെ ബി ആറിന്റെ ബൗണ്ടറി സി ആർ ആണ്. അപ്പൊ ബി ആറിന്റെ ബൗണ്ടറി സി ആർ. ഇവിടെ നമുക്ക് ലൈൻ ഇന്റഗ്രൽ ആയി. ഇനി ഡെൽ യു ഡോട്ട് എൻ എന്ന് പറയുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എൻ. Okay, del u dot n cap is directional derivative of u in the direction of n, which we denote by dou u by dou n. Okay, ഇതാണ് നമ്മുടെ dou u by dou n. ഇനി നമ്മളിവിടെ യു ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 1/2 പൈ ഇന്റഗ്രൽ 0 to 2 പൈ ആണ് സി ആർ തീറ്റയുടെ വേരിയേഷൻ 0 to 2 പൈ. ഡോ യു ബൈ ഡോ എൻ, എഗെയിൻ എൻ എന്ന് പറയുന്നത് നോർമൽ ആണ്. അതിന് പകരം നമുക്ക് ഡോ ബൈ ഡോ ആർ എടുക്കാം. റേഡിയസ് വെക്ടർ ഇസ് ഓൾവേസ് നോർമൽ. ഇനി യു എന്ന് പറയുന്നത് നമ്മൾ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ. ഡി എസ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, തീറ്റയിലേക്ക് മാറ്റി. ഇപ്പൊ ലിമിറ്റ് 0 to 2 പൈ ആയി. Again the limits, upper limit lower limit constant ആണ്. അപ്പൊ again Leibniz rule വെച്ചിട്ട് this dou by dou r can be taken outside the integration sign. Okay, so dou by dou r of this integral 0 to 2 pi u at x naught plus r cos theta y naught plus r sin theta d theta. ഇനി ഇവിടെ നമ്മൾ ആർ ഇതിന് നമ്മൾ ഡോ ബൈ ഡോ ആർ ഈ 1/2 പൈ. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇതിനെ നമ്മൾ ഡോ ബൈ ഡോ ആർ 1/2 പൈന് ഇൻസൈഡ് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളിൽ എന്താ കിട്ടുന്നത്? 1/2 പൈ ഇന്റഗ്രൽ 0 to 2 പൈ യു അറ്റ് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ വൈ നോട്ട് പ്ലസ് ആർ തീറ്റ ഡി തീറ്റ. നമ്മുടെ മീൻ വാല്യൂ പ്രിൻസിപ്പിൾ വെച്ചിട്ട് കിട്ടുന്ന വാല്യൂ ആണിത്. ദ ആവറേജ് ഓഫ് ദ വാല്യൂ ഓഫ് യു അറൌണ്ട് ദ ബൗണ്ടറി അറൌണ്ട് സി ആർ ആണിത്. സോ നമുക്ക് നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് എല്ലാ പോയിന്റിലും മീൻ വാല്യൂ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈഡ് ആണ്. So this value is nothing but u at x naught y naught. Now dou by dou r of u at x naught y naught എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇതൊരു വാല്യൂ ആണ്, ആറിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു കോൺസ്റ്റന്റ് ആണ് u at x naught y naught. So this is 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇവിടെ പോസിറ്റീവ് എന്ന് തുടങ്ങി, പക്ഷെ നമുക്കിത് 0 ആണെന്ന് കിട്ടി അല്ലെ? അപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. സോ ലാപ്ലേസ് ഇക്വേഷൻ must be satisfied at each point. എല്ലാ പോയിന്റിലും, ഒരു പോയിന്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിനെ സെന്റർ ആക്കി ഒരു ഡിസ്ക് വെച്ചു. അവിടെ നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ ഗ്രേറ്റർ ദാൻ 0 ഒരു പോയിന്റിൽ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാം. അവിടെയും അത് പോസിറ്റീവ് ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി, 0 ആണെന്ന് കിട്ടി integral value. So it implies that Laplace equation must be satisfied at each point in D, and hence U is harmonic in D. Okay, ഇത് ക്ലിയർ ആയല്ലോ അല്ലേ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് ഇയർത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ദാറ്റ് ഈസ് സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ. നമ്മൾ വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു there must be something called the strong maximum principle. Okay. So statement ആണ് let u be a harmonic function in a domain D. Here we also allow for unbounded D. If u attains its maximum or minimum at an interior point of D, then u is a constant. The strong maximum principle ഒരു possibility constant function ഉള്ള ഒരു possibilityനെയും ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ u maximum ഒരു ഇന്റീരിയർ പോയിന്റിൽ maximum attain ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. Okay. Weak maximum principle പറയുന്നത് maximum is attained on the boundary. Inside നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. Strong maximum principle പറയുന്നത് if it attains a maximum in an interior point. Interior pointൽ maximum അല്ലെങ്കിൽ minimum വരികയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായാലും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതിന്റെ അർത്ഥം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം എന്തായാലും ബൗണ്ടറിയിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി മനസ്സിലാക്കുക. Now we will go for its proof. ഇപ്പൊ നമ്മള് പ്രൂവ് ചെയ്യാനുള്ളത് മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യും ഒരു ഇന്റീരിയർ പോയിന്റിൽ അത് മാക്സിമം അറ്റൈൻ ചെയ്യാന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു ഇന്റീരിയർ പോയിന്റിൽ അത് മാക്സിമം അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആ ഫംഗ്ഷൻ u എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. So നമ്മള് ഒരു q0 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. Suppose that the maximum value is attained at q0. Okay. അപ്പൊ നമ്മള് മാക്സിമം വാല്യൂവിനെ സപ്പോസ് we denote it by m. m ആണ് നമ്മുടെ മാക്സിമം വാല്യൂ. q0 എന്നുള്ള പോയിന്റിലാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ u at q0 m ആണ്. m ആണ് മാക്സിമം വാല്യൂ ഓഫ് u. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് u ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ u കോൺസ്റ്റന്റ് ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ എടുക്കണേ, നമ്മൾ വേറൊരു ആർബിട്രറി പോയിന്റ് q എടുക്കുകയാണ് ഇൻ d. അപ്പൊ q-ലും അതിന്റെ വാല്യൂ m ആണ് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ q ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു, ആ ആർബിട്രറി പോയിന്റിലും അതിന്റെ വാല്യൂ m ആണ് എന്ന് പറഞ്ഞാൽ ഡൊമെയിനിലെ ഏതൊരു പോയിന്റിലും എടുത്താൽ അതിന്റെ വാല്യൂ m ആയിരിക്കും. അപ്പൊ ഡൊമെയിനിലെ എല്ലാ പോയിന്റ്സിലും അതിന്റെ വാല്യൂ m ആണെങ്കിൽ u must be a constant function. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഡൊമെയിന്റെ ഉള്ളിൽ ഒരു പോയിന്റിൽ മാക്സിമം എടുക്കുകയാണെങ്കിൽ u കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഡൊമെയിനിലെ q0 എന്ന് പറഞ്ഞ പോയിന്റിൽ അത് മാക്സിമം ആണ് വാല്യൂ എടുക്കണേ. ദാറ്റ് മാക്സിമം വാല്യൂ ഇസ് ഡിനോട്ടഡ് ബൈ m.
അപ്പൊ യു അറ്റ് ക്യൂ നോട്ട് എം ആണ്. അപ്പോ നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് എങ്ങനെയാണെങ്കിൽ യു ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? നമ്മൾ ഡൊമെയിനിലെ വേറൊരു പോയിന്റ് ക്യൂ എടുക്കുന്നു. ആ ക്യൂലും ഇതിന്റെ വാല്യൂ എം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ക്യൂ ഒരു ആർബിട്രറി പോയിന്റ് ആണ്. ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു, അതിൽ അതിന്റെ വാല്യൂ യുടെ വാല്യൂ എം ആണെങ്കിൽ നമ്മൾ ഡൊമെയിനിൽ ഏതൊരു ആർബിട്രറി പോയിന്റ് എടുത്താലും അതിൽ യുടെ വാല്യൂ എം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊരു പോയിന്റിലും യുടെ വാല്യൂ എം ആണെങ്കിൽ യു ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. Okay, so to prove the theorem, it is enough to show that u at q is equal to m. u at q m എന്ന് കിട്ടിയാൽ നമുക്ക് എന്താ പറയാം? u ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് പറയാം. ഇതിനു വേണ്ടി നമ്മളിവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഡൊമെയിൻ ഡി എന്ന് വിചാരിക്കാം. ഡൊമെയിൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഷേപ്പ് വേണ്ട, ഒരു മിനിറ്റ്. ഡൊമെയിൻ എങ്ങനെ വേണമെങ്കിലും ആവാം. സോ ഇതാണ് നമ്മുടെ ഡൊമെയിൻ ഡി എന്ന് വിചാരിക്കാം. ഇനി നമ്മുടെ പോയിന്റ് ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളുടെ ആർബിട്രറി. ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ ക്യൂ നോട്ട്. ക്യൂ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ നമ്മൾ മാക്സിമം അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പൊ യു അറ്റ് ക്യൂ നോട്ട് ആണ് നമ്മുടെ മാക്സിമം വാല്യൂ എടുക്കുന്നത്, എം എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? ടു പ്രൂവ് u at q is also equal to m, where q is an arbitrary point in the domain D. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ D എന്ന് പറയുന്ന സെറ്റ്, ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അത് പാത്ത് കണക്റ്റഡ് ആണ്. പാത്ത് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിലും there is a path from which the two points can be connected. So it means that I can connect this q0 and q. There is a path by which q and q0 can be connected. They can be connected by a smooth curve. Suppose I denote the smooth curve by L. L എന്ന് പറഞ്ഞൊരു സ്മൂത്ത് കർവ് ഞാൻ q0 നെയും q നെയും കണക്ട് ചെയ്തു. Okay. Now suppose I denote dl എന്ന് പറഞ്ഞ സ്മൂത്ത് കർവ് ആണ്. dl എന്ന് പറഞ്ഞാൽ it is the distance between L and boundary of D. ഈ എൽ എന്ന് പറഞ്ഞ സ്മൂത്ത് കർവിന്റെയും ഡിയുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡി എൽ ഇസ് ഓഫ് കോഴ്സ് പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ്. നൗ ഐ കൺസിഡർ എ ഡിസ്ക് ബി നോട്ട്. ഒരു ഡിസ്ക് ബി നോട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ ഞാൻ വരയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ നോട്ട് സെന്റർ ആയിട്ടും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് dl/2 റേഡിയസ് എടുത്തിട്ടും എന്ന് പറഞ്ഞാൽ q0 സെന്റർ ആയിട്ടും dl/2 റേഡിയസ് ആയിട്ടും ഞാനൊരു ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു അറൌണ്ട് q0. ഓക്കെ, അപ്പൊ dl/2 എത്രയാണെന്ന് അറിയില്ല, ഞാൻ വെറുതെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് മൈ b0. b0 is a disk around q0 with q0 center ആയിട്ടും dl/2 റേഡിയസ് ആയിട്ടും ഒരു ഡിസ്ക് വരയ്ക്കുകയാണ്. dl എന്ന് പറഞ്ഞാൽ എന്താ? dl is a distance between this smooth curve L and the boundary of D. അപ്പൊ എനിക്കിവിടെ b0 എന്ന് പറയുന്ന ഒരു ഡിസ്ക് കിട്ടി. ഇനി u ഹാർമോണിക് ആണ്. ഓക്കെ, u ഹാർമോണിക് ആണ്. അപ്പൊ u ഹാർമോണിക് ആയ കാരണം യുന് മീൻ വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. ഡിയിലെ എല്ലാ പോയിന്റ്സിലും മീൻ വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ ഈ b0 എന്ന് പറഞ്ഞ ഡിസ്കിലും അതിന് എന്തുണ്ട്? മീൻ വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ യു മീൻ വാല്യൂ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക? യു അറ്റ് ക്യൂ നോട്ട് എന്താ? What is u at q0? q0 നമ്മൾ എന്താ അസ്യൂം ചെയ്തേ? യുടെ വാല്യൂ m ആണ് എന്നാണ് അസ്യൂം ചെയ്തത്.
പക്ഷെ നമുക്കറിയാം മാക്സിമം ബൗണ്ടറിയിലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്താണ്, ഈ ബി നോട്ട് എന്ന് പറയുന്ന ഡിസ്കില് മൊത്തം യുടെ വാല്യൂ എം ആണ്. Okay, so from here we can conclude that u is equal to m on the entire disk b naught. b naught എന്ന് പറയുന്ന മൊത്തം ഡിസ്കില് യുടെ വാല്യൂ എം ആയിരിക്കും. കാരണം ആവറേജ് വാല്യൂ ഈ വാല്യൂക്കാട്ടും കൂടുതൽ. ഓക്കെ, അപ്പൊ സെന്ററിൽ നടുക്കിലുള്ള വാല്യൂ ആണ് എം. അപ്പോ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ബി നോട്ട് എന്ന് പറഞ്ഞ ഡിസ്കിലെ എല്ലാ പോയിന്റ്സിലെയും വാല്യൂ എന്തായിരിക്കണം, എം ആയിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡിസ്ക് കിട്ടി. ഇനി അടുത്തൊരു ഡിസ്ക് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി വിൽ സെലക്ട് എ പോയിന്റ് Q1. Q1 എവിടുന്ന എടുക്കണേ? Q1 is an element of L intersection B naught. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ L, ഇത് നമ്മുടെ B naught. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു അടുത്ത പോയിന്റ് എടുക്കണു Q1. ഓക്കെ, L ഇതാണ്, B naught ഇതാണ്. L intersection B naught. നമ്മുടെ ഈ ഡിസ്കിന്റെ ഉള്ളിൽ കിടക്കുന്ന L, അതിൽ നമ്മൾ വേറൊരു പോയിന്റ് Q1 എടുക്കണം. ഇനി Q1ന്റെ ചുറ്റും നമ്മൾ ഒരു ഡിസ്ക് B1 വരയ്ക്കുകയാണ് വിത്ത് സെന്റർ അറ്റ് Q1 ആൻഡ് റേഡിയസ് അഗെയിൻ dl/2. B1 പറഞ്ഞ ഡിസ്ക് വരയ്ക്കുകയാണ്, സെന്റർ Q1ഉം റേഡിയസ് dl/2. ഇവിടെ നമ്മൾ ഒരു ഡിസ്ക് വരയ്ക്കുകയാണ് Q1 സെന്റർ ആയിട്ട്. We will name it as B1. Okay. ഇനി നമുക്കറിയാം Q1 എന്ന് പറയുന്നത് B നോട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി കിട്ടി B നോട്ടിന്റെ ഉള്ളിൽ M ആണ്. അപ്പൊ Q1 എന്തായാലും M ആണ്. കാരണം B നോട്ടിന്റെ ഉള്ളിൽ മൊത്തം യുടെ വാല്യൂ M ആണ്. അപ്പൊ Q1 M ആണ്. ഇനി നമ്മൾ ഇവിടെ B1 മീൻ വാല്യൂ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ B1ന്റെ സെന്ററിൽ വാല്യൂ M ആണ്. സോ ബൈ മീൻ വാല്യൂ പ്രോപ്പർട്ടി ഇറ്റ് ഫോളോസ് ദാറ്റ് U is equal to M on B1 also. ഈ B1 മൊത്തം യുടെ വാല്യൂ M ആണ്. അപ്പൊ ഡിസ്ക് B1 യുടെ വാല്യൂ M ആണെന്ന് കിട്ടി. ആദ്യം B നോട്ട് കിട്ടി, പിന്നെ B1 പോയി. അങ്ങനെ അങ്ങനെ നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. We will go on like this. Okay, അങ്ങനെ ഡിസ്ക് വരച്ച് വരച്ച് പോണു until we arrive at a disk which contain the point Q. Q ആണ് നമ്മുടെ ആർബിട്രറി പോയിന്റ്. Q എത്തണ വരെ നമ്മൾ ഇതേപോലെ ഇതിന്റെ ഇന്റർസെക്ഷനിൽ വീണ്ടും പോയിന്റ്സ് എടുത്ത് അവിടെ ഡിസ്ക് വരച്ചുകൊണ്ട് പോകും. അപ്പൊ Q എത്തിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ഈ ഡിസ്കിന്റെ ഉള്ളിലും നമുക്ക് എന്ത് കിട്ടും, U at Q equal to M ആണെന്ന് കിട്ടും. ആർബിട്രറി പോയിന്റിലും അതിന്റെ വാല്യൂ M ആണെന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. കാരണം ലെങ്ത്, എല്ലിന്റെ ലെങ്ത് ഇത് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് we can choose Q0, Q1, Q2 etc. such that ഇവിടെ നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്ക് വേണ്ടു, B0, B1, B2 etc. അങ്ങനെ വേണ്ടു. such that we will arrive at a disk which contains the point Q. Q നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡിസ്ക് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടും U at Q ഉം M ആണ്. U at Q M ആണെങ്കിൽ U is constant because Q is an arbitrary point in D. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, U constant ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പം ഉള്ളിലൊരു പോയിന്റിൽ മാക്സിമം ഉണ്ടാവുകയാണെങ്കിൽ ദ ഫംഗ്ഷൻ U must be constant. അതാണ് നമ്മുടെ സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ?
Okay. നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടി എടുത്തിട്ട് നിർത്താം. We have application of the maximum principle. ചെറിയ result ആണ്. Theorem 7.12. Consider the Dirichlet problem in a bounded domain. Delta u equal to f of xy, where xy is element of the domain D. U of xy equal to g of xy, where xy are in boundary of D. Then the problem has at most one solution in C square D intersection C of D closure. So, Dirichlet problemത്തിന് ഒരു യൂണിക് സൊല്യൂഷൻ ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഡൊമെയിൻ സഫീഷ്യന്റ്ലി സ്മൂത്ത് ആണെങ്കിൽ പൊതുവെ യൂണിക് സൊല്യൂഷൻസ് ഉണ്ടാവും. തുടക്കം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്ക് യൂണിക് സൊല്യൂഷൻ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ എന്താ ചെയ്യാം, രണ്ട് സൊല്യൂഷൻസ് എടുക്കാം. സപ്പോസ് there is two solution u1 and u2 of the above Dirichlet problem. u1 u2 എടുത്തു, അവരുടെ ഡിഫറൻസ് നമ്മൾ v എന്ന് ഡിനോട്ട് ചെയ്യാം. v equal to u1 minus u2. So of course our aim is to show that v is identically 0. Okay, so v എന്ന് പറയുന്നത് നമ്മുടെ u1 minus u2 ആണ്. നമ്മുടെ ഡെൽറ്റ v കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? By linearity, delta u1 minus delta u2, that is delta u1 minus delta u2. Delta u1 ഇതിന്റെ സൊല്യൂഷൻ ആയ കാരണം ഡെൽറ്റ u1 എന്ന് പറഞ്ഞാൽ f of xy ആണ്, ഡെൽറ്റ u2 f of xy ആണ്. അപ്പൊ നമുക്ക് കിട്ടും ഡെൽറ്റ v equal to 0 എന്ന് കിട്ടും. ഇനി നമ്മള് ബൗണ്ടറിയിൽ എങ്ങനെയാ നോക്കുക? ബൗണ്ടറിയിൽ v at xy, ബൗണ്ടറിയിൽ v എന്ന് പറയുന്നത് u1 minus u2, u1 at xy minus u2 at xy. u1 at xy is g of xy. ബൗണ്ടറിയിൽ u1 g എന്നുള്ള വാല്യൂ ആണ് എടുക്കുക, u2 g എന്നുള്ള വാല്യൂ ആണ് എടുക്കുക. Because u1 u2 ഇതിന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? v at xy is 0 on the boundary. So v എന്ന് പറഞ്ഞ പ്രോബ്ലം എങ്ങനെയാ? v is like this. Delta of v is 0 for xy in the domain, and in the boundary v takes the value 0. അപ്പൊ നമുക്ക് എന്താണ് ബൗണ്ടറിയിൽ വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ എന്താ പറയണേ? മാക്സിമം അല്ലെങ്കിൽ മിനിമം ബൗണ്ടറിയിലാണുള്ളത്. അപ്പൊ മാക്സിമം വാല്യൂ 0 ആണ് ബൗണ്ടറിയിൽ എന്ന് പറഞ്ഞാൽ ബാക്കി വാല്യൂസ് v of xy should be less than or equal to 0. അല്ലെ, 0 ആണ് മാക്സിമം വാല്യൂ. by weak maximum principle v of xy should be less than or equal to 0. but by weak minimum principle എന്താ പറയണേ? മിനിമം വാല്യൂ 0 ആണ് ബൗണ്ടറിയിൽ കിടക്കണം. അപ്പൊ മിനിമം 0 ആണ്, ബാക്കി വാല്യൂസ് 0-നേക്കാട്ടും കൂടും. അപ്പൊ v of xy is greater than or equal to 0. So by combining these two we will get v should be identically equal to 0. v is 0 ആയിരിക്കണം, അതുകൊണ്ട് u1 is equal to u2. So it means that the Dirichlet problem has a unique solution. Now ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൊമെയിൻ ഇവിടെ ബൗണ്ടഡ് അൺബൗണ്ടഡ് ആണെങ്കിൽ ഈ യുണീക്നെസ് ഹോൾഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഡൊമെയിൻ ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ ഇത് ബൗണ്ടഡ് ഡൊമെയിൻ ഇമ്പോർട്ടന്റ് ആണ്, എന്നാലേ യുണീക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം നോക്കുകയാണ്. ഡെൽറ്റ യു ഈക്വൽ ടു 0, എക്സ് എലമെന്റ് ഓഫ് ആർ 0 ലെസ് ദാൻ y ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് പ്ലെയിൻ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, y ആക്സിസിന് മുകളിലുള്ള പോസിറ്റീവ് ഹാഫ് പ്ലെയിൻ, അവിടെ ആ ഡൊമെയിൻ നമ്മൾ എടുക്കുകയാണ്. അതൊരു അൺബൗണ്ടഡ് ഡൊമെയിൻ ആണല്ലോ. അവിടെ നമ്മുടെ ഇവിടെ വാല്യൂ എന്താ കൊടുക്കുന്നത്? u at x0 ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. y0 ഉള്ളിടത്ത് x ആക്സിസിൽ അതിന്റെ വാല്യൂ 1. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൊല്യൂഷന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്, xy-യും 0 എന്തായാലും ഇതിന്റെ സൊല്യൂഷൻ ആണ് അറിയാലോ, കാരണം ഡെൽറ്റ യു ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ u at x0 എന്ന് പറയുന്നത് ഇതിന് 0 കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ, അതേപോലെ u1 at xy എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ,
also its value. So ഇവിടെ നമുക്ക് കിട്ടുന്നത് u1 u2 എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ്. So this solution is not unique. ഇനി theorem 7.13 ഇതിന്റെ ഒരു implication ആണ്. So let D be a bounded domain and let u1 and u2 be function in C square D intersection C of D bar. That are the solutions of the Poisson equation. Delta u equal to f with the Dirichlet condition g1 and g2 respectively. Set mg equal to maximum of g1 minus g2. Then maximum of u1 minus u2 is less than or equal to mg. ഇവിടെ mg എന്ന് പറഞ്ഞ notation ആണ്. It is the difference of g1 and g2. g1 and g2 എന്ന് പറഞ്ഞാൽ എന്താ? They are the ബൗണ്ടറിയിലുള്ള വാല്യൂസ് ആണ്. u1 u2 രണ്ട് സൊല്യൂഷൻസ് എടുത്തു. അതിന്റെ പോയിസോൺ ഇക്വേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പോയിസോൺ ഇക്വേഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം u1 u2 സൊല്യൂഷൻ ആണ്. സോ ഡെൽറ്റ u1 ഈക്വൽ ടു f for x1 in D and u1 at xy equal to g1. അതേപോലെ ഡെൽറ്റ u2 ഈക്വൽ ടു f u2 at xy equal to g2. ഇതേപോലെ നമ്മൾ v എന്ന് പറയുന്നത് u1 മൈനസ് u2 എടുത്തു. നമുക്കറിയാം ഡെൽറ്റ v എന്തായാലും 0 ആയിരിക്കും ഫോർ xy in D. And v at xy എന്ന് പറയുന്നത് ഇവിടെ u1 മൈനസ് u2, u1 g1 ഉം u2 g2 ആണ്. സോ g1 മൈനസ് g2 എന്ന് കിട്ടും ബൗണ്ടറിയിൽ. സോ ബൗണ്ടറിയിൽ അതിന്റെ വാല്യൂ g1 മൈനസ് g2 ആണ്. സോ വി അഗെയിൻ അപ്ലൈ വീക്ക് മാക്സിമം ആൻഡ് മിനിമം പ്രിൻസിപ്പിൾ. നേരത്തെ ചെയ്ത പോലെ തന്നെ മാക്സിമം മിനിമം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിനിമം ഓഫ് g1 മൈനസ് g2. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു v of xy and v of xy is less than or equal to maximum of g1 minus g2. Okay, so v ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v എന്ന് പറയുന്നത് u1 minus u2 ആണ്. So we will get maximum of, ഇത് മാത്രം കൺസിഡർ ചെയ്താൽ maximum of u1 minus u2 is less than or equal to mg എന്ന് നമുക്ക് കിട്ടും. mg എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നൊട്ടേഷൻ ആണ്. It is notation for g1 minus g2. ഇതിന്റെ നൊട്ടേഷൻ ആണ്. ഈ RHS ആണ് mg. So this value is less than or equal to mg എന്ന് കിട്ടും. Now we have some identities, Green's identities. So first we have the Gauss divergence theorem. നമ്മൾ ഇവിടെ ഈ ഇതിന്റെ ടേംസിൽ divergence theorem പറയാണ്. For any vector field psi in C1D intersection C of D closure and any bounded piecewise smooth domain D. നമ്മൾ ഇവിടെ Green's theorem ഈ ഫോമിൽ എഴുതിയിട്ടാണ്. D എന്ന് പറഞ്ഞ ഡൊമെയിനിൽ del dot psi, del dot f ന് പകരം psi എന്ന് എഴുതിയിരുന്നു. psi dx dy equal to boundary of D f dot and ds എന്ന് പറയാണ്ടല്ലോ. f ന് പകരം നമ്മളിവിടെ psi എടുത്തേക്കാണ്. psi at x of s y of s dot and ds. ഇതാണ് നമ്മുടെ ഡൈവേർജൻസ്, ഗോസ് ഡൈവേർജൻസ് തിയറം. നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ഡൈവേർജൻസ് തിയറത്തിന് ഈ ഫോമിൽ എഴുതിയേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ സൈക്ക് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രീൻസ് ഐഡന്റിറ്റി കിട്ടും. ഗ്രീൻസ് ഐഡന്റിറ്റി നമുക്ക് ഇനി പ്രൂഫിനൊക്കെ ആവശ്യം വരേണ്ടതാണ്. ഓക്കെ, ഗ്രീൻസ് ഐഡന്റിറ്റി 1 2 3 അങ്ങനെയുണ്ട്. ചിലത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്താണ് നമ്മുടെ തുടക്കത്തെ പ്രൂഫിലേക്ക്. സോ ഫോർ എക്സാമ്പിൾ കൺസിഡർ നമ്മൾ യു വി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് എടുക്കുകയാണ്. സി സ്ക്വയർ ഡി ഇന്റർസെക്ഷൻ C1D ക്ലോഷറിന് സൈക്ക് പകരം നമ്മളിവിടെ സൈ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ്, ഒരു വെക്ടർ ആണ്. ഓക്കെ, സൈക്ക് നമ്മൾ ഡെൽ യു എന്ന് കൊടുക്കുക. ഓക്കെ, ഡെൽ യു എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് എ വെക്ടർ. ഓക്കെ, ഐ ഡോ ബൈ ഡോ എക്സ്, ഐ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ യു ബൈ ഡോ വൈ പ്ലസ് കെ ഡോ യു ബൈ ഡോ സെഡ് ആണ് ഡെൽ യു. ഈ ഇക്വേഷൻ 1 നമ്മൾ സൈക്ക് പകരം ഡെൽ യു എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ LHS എന്തായി? ഇന്റഗ്രൽ ഓവർ ഡി del u del dot സൈക്ക് പകരം del u എന്ന് പറഞ്ഞാൽ del square ആണ് നമ്മുടെ ഡെൽറ്റ യു. ഓക്കെ, നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പൊ LHS നമ്മുടെ ഡെൽറ്റ യു dx dy എന്നായി ഈക്വൽ ടു RHS എന്തായി? സൈക്ക് നമ്മൾ del u കൊടുക്കണം. So del u dot n എന്ന് പറഞ്ഞാൽ എന്താ? It is directional derivative of u in the direction of n. അതാണ് നമ്മുടെ ഡോ യു ബൈ ഡോ എൻ ds. ഓക്കെ, ഇത് നമ്മൾ തുടക്കം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രീൻസ് ഐഡന്റിറ്റി 1.
ഗ്രീൻസ് ഐഡന്റിറ്റി 1 ആണ് ഇതിനെ പറയാം. അവിടെ എന്താ വെച്ചാൽ സൈക്ക് പകരം നമ്മൾ ഡെല്യു എന്ന് കൊടുക്കുക. സൈക്ക് ഡെല്യു എന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഗ്രീൻസ് ഐഡന്റിറ്റി 1 കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രീൻസ് ഐഡന്റിറ്റി 2ലേക്ക് പോവാണ്. 2 കിട്ടണമെങ്കിൽ നമ്മൾ സൈക്ക് വി ഡെൽ യു മൈനസ് യു ഡെൽ വി എന്ന് കൊടുക്കുന്നു ഇൻ ഇക്വേഷൻ 1. വി ഡെൽ യു മൈനസ് യു ഡെൽ വി. നമ്മുടെ LHS എന്തായി? LHS is del dot സൈക്ക് വി ഡെൽ യു മൈനസ് യു ഡെൽ വി dx dy. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? del dot v ആണ് v, so this become del dot del വെക്ടർ ആയിട്ടല്ലേ ഓപ്പറേറ്റ് ചെയ്യുക. ഡോട്ട് പ്രൊഡക്റ്റ് is taken between vectors. അപ്പൊ del dot del എന്താവും? del സ്ക്വയർ ആവും. del സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ. അപ്പൊ നമുക്ക് കിട്ടും v ഡെൽറ്റ യു മൈനസ് സിമിലർലി ഇവിടെ del dot del del സ്ക്വയർ delta now, so u, so LHS is v delta u minus u delta v dx dy. RHS എന്താവും? RHS ഇവിടെ സൈക്ക് നമ്മൾ കൊടുക്കുക v del u minus u del v dot n. dot n കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? ഡെൽറ്റ യു ഡോട്ട് n എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ n. അപ്പൊ v ഡോ യു ബൈ ഡോ n മൈനസ് ഡെൽറ്റ v ഡോട്ട് n എന്ന് പറഞ്ഞാൽ ഡോ v ബൈ ഡോ n. അപ്പൊ u ഡോ v ബൈ ഡോ n ds. ജസ്റ്റ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടും LHS RHS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇന്റഗ്രൽ ഓവർ d v ഡെൽറ്റ യു മൈനസ് യു ഡെൽറ്റ v dx dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദ ബൗണ്ടറി v ഡോ യു ബൈ ഡോ n മൈനസ് യു ഡോ v ബൈ ഡോ n ds. ഓക്കെ, ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷൻ 1. ഇതിനെ നമ്മൾ പറയാ ഗ്രീൻസ് ഐഡന്റിറ്റി 2 എന്നാണ്. ഓക്കെ, now we have the third one, Green's identity 3 കൂടി ഉണ്ട്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് psi equal to v delta v del u. Okay, in equation 1 v del u നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മുടെ ഇക്വേഷൻ 1 ഇതാണ്. LHS നമ്മൾ v del u, അപ്പൊ ഡെൽറ്റ ഡോട്ട് v del u LHS ഡെൽറ്റ ഡോട്ട് v del u dx dy. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഡെൽറ്റ ഡോട്ട് ഡെൽ ആണ്, സോറി, ഡെൽ ഡോട്ട് വി ഡെൽ യു, ഡെൽ ഡോട്ട് എ ബി ഫോം ആണിത്. ഓക്കെ, ഡെൽ ഡോട്ട് എ എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ഡെൽ ഡോട്ട് ബി. പ്രൊഡക്റ്റ് റൂൾ ഉണ്ടല്ലോ, ഡോട്ട് പ്രൊഡക്റ്റിനുള്ള പ്രൊഡക്റ്റ് റൂൾ, അത് അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടി ഇത് എഴുതിക്കുന്നത് ഡെൽറ്റ ഡെൽ ബി ഡോട്ട് ഡെൽ യു dx dy പ്ലസ് v ഇൻറ്റു ഡെൽ ഡോട്ട് ഡെൽ യു. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ, ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തു dx. ഓക്കെ, ഇത് എഴുതിക്കുന്നത് ഡെൽ ബി എന്നാണ്. ഇതാണ് വെക്ടർ. ഓക്കെ, ഡെൽ ബി ഡോട്ട് ഡെൽ യു del v dot del u dx dy plus v into del dot del u. Okay, dot in the product rule. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? del v dot del u dx dy. ഇവിടെ del dot del എന്ന് പറയുന്നത് del square ആയി, so it is delta u, so v delta u dx dy എന്ന് എഴുതി. ഇനി നമ്മള് RHS നോക്കണം. RHS നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ RHS എന്ന് പറയുന്നത് ബൗണ്ടറി ഇന്റഗ്രൽ ഓവർ ദ ബൗണ്ടറി സൈ ഡോട്ട് n ആണ്. സൈക്ക് നമ്മൾ v del u എന്ന് കൊടുത്തു. അപ്പൊ v del u dot n, del u dot n എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ n ആണ്. സോ ഇന്റഗ്രൽ ഓവർ d v ഡോ യു ബൈ ഡോ n ds. ഇനി LHS RHS നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഡൈവേർജൻസ് തിയറം ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് LHS 2 ടേം ഉണ്ടായിരുന്നു, അതിൽ ഒരു ടേമിനെ നമ്മൾ RHS കൊണ്ടുപോയി. നമുക്ക് കിട്ടും ഇന്റഗ്രൽ ഓവർ d del u dot del v dx dy equal to ഇന്റഗ്രൽ ഓവർ ബൗണ്ടറി ഓഫ് d v ഡോ u by ഡോ n ds മൈനസ് ഇന്റഗ്രൽ ഓവർ d v ഡെൽറ്റ u dx dy. ഇതിനെ ഗ്രീൻസ് ഐഡന്റിറ്റി 3 എന്ന് പറയും. അപ്പൊ ഈ 3 ഐഡന്റിറ്റീസ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി തുടക്കത്തെ ഒരേ പ്രൂഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഐഡന്റിറ്റി എങ്ങനെയാ ചെയ്യണേന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഒരേ പ്രൂഫിൽ ആവശ്യം വരും. ഗ്രീൻസ് ഐഡന്റിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്.
അതേപോലെ നമ്മൾ എന്തെടുത്ത മാക്സിമം സ്ട്രോങ് മാക്സിമം പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ചോദിച്ചോളൂ, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം മുന്നത്തെ ടോപ്പിക്സിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. This conference will now be recorded.